നമ്മൾ വിശ്വസിക്കേണ്ടത് സുഹൃത്തുക്കളെ. ലോക സലഫി ഉലമാക്കളിലേക്ക് മടങ്ങണമെന്നാണ് നമ്മൾ പറയുന്നത്. ലോക സലഫി ഉലമാക്കളിലേക്ക് മടങ്ങണമെന്ന് ഹുസൈൻ സലഫി അഴിഞ്ഞിലം സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു. അത് ശരിയാ. എന്തിനു വേണ്ടി? KNM-ഉമായുള്ള തർക്കത്തിൽ അവരെ തക്ലീദ് ചെയ്യാനല്ല, നമ്മൾ അവരുടെ അടുത്തേക്ക് പോകണം, നമ്മൾ രണ്ടു കൂട്ടരുടെ മുമ്പിൽ ഇരിക്കണം. എല്ലാവരും തക്ബീർ ചൊല്ലി, അല്ലേ? തക്ബീർ ചൊല്ലിയവർക്ക് തല്ല് കിട്ടി. കാരണം അതൊരു ഗുണ്ടാ സമ്മേളനമായി ഇന്നലത്ത് നടന്നത്. CCTV വെച്ചിട്ട് ആളെങ്ങനെ പിടിച്ചിട്ട് മറ്റോ വന്നു, അവനെ ഫോളോ ചെയ്യണം, മറ്റോ വന്നു, അങ്ങനെ അവസാനം ഒരുപാടൊക്കെ തല്ല് കിട്ടി, അടിയായ ഇന്നലത്ത്. പക്ഷെ സംഗതി എന്താണെന്നറിയോ? കുറച്ച് കഴിഞ്ഞപ്പോ ഹുസൈൻ സലഫി പൈന്ന് മാറി. ഞാൻ പറഞ്ഞു സലഫി ഉലമാക്കളടുത്തേക്ക് മടങ്ങണം എന്ന് പറഞ്ഞപ്പോ മൂപ്പരും സാലിമിക്കൊക്കെ പറയാണ് സലഫി ഉലമാക്കൾക്ക് ഇവിടുത്തെ സാഹചര്യം തിരിയൂല. പിന്നെ അഴിഞ്ഞിലത്ത് പറഞ്ഞതോ? അഴിഞ്ഞിലത്ത് നിങ്ങളല്ലേ പറഞ്ഞത് സലഫി ഉലമാക്കളടുത്തേക്ക് പോകണമെന്ന്? അതിന് തക്ബീർ ചൊല്ലിട്ട് നമ്മൾ ആളുകള് ഗുണ്ടകളിൽ നിന്ന് തല്ല് വാങ്ങിയില്ലേ? ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മൂപ്പര് തിരുത്തി, തല്ല് കിട്ടിയവർക്ക് തല്ല് ബാക്കി. ഇപ്പൊ സംഗതി എന്താണെന്ന് നിങ്ങള് കുറെ ആള് KNM-ക്ക് പോകാൻ കാത്തു നിൽക്കുക. അപ്പൊ അവർക്ക് പറയാൻ പേടി, ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ പേടി. അല്ലെങ്കിൽ ഹുസൈൻ സലഫി പറയട്ടെ, ജിന്നിനോടുള്ള എല്ലാ സഹായതോട്ടവും ശിർക്കാണെന്ന് പറയാൻ പറ്റൂല. മിൻഹാ മാ ഹുവ ശിർക്കുൻ വമിൻഹാ മാ ലൈസ ബിശിർക്കിൻ. ശിർക്കാകുന്നതുണ്ട്, ശിർക്കാകാത്തതുണ്ട്. ശബ്ദം കേൾക്കുന്ന പരിധികളുള്ള ഒരു ജിന്നിനോട് ഒരു സഹായം തേടിയാൽ അത് ശിർക്കാന്ന് പറയാൻ പറ്റൂല. അങ്ങനെ തേടാൻ പാടുണ്ടോ? അത് പാടില്ല. അത് ശിർക്കിലേക്ക് പോകുന്ന വഴിയാണ്, വസീലയാണ്, അതുകൊണ്ട് പാടില്ല. പക്ഷെ ഒരാളങ്ങനെ ചെയ്തു പോയത് ശിർക്കെന്ന് പറയാൻ പറ്റൂലേ? പറ്റൂലെന്നാ സലഫി ഉലമാക്കൾ 70ഓളം കിതാബ് നമ്മൾ തെളിയിച്ചത്. എന്നാ ഹുസൈൻ സലഫി തൗഹീദ് പറയും, അതൊന്ന് പറയണ്ടേ? തെളിച്ച് പറയുങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും ജനങ്ങൾക്ക്. നിങ്ങൾ ആ രാഗത്തിലൊന്ന് പറഞ്ഞു കൊടുത്താണ്. രാഗത്തെ പ്രസംഗിക്കുന്നതിനെ പറ്റി വലിയ ചർച്ച നടക്കുന്നുണ്ട്. രാഗത്തിൽ പ്രസംഗിക്കുന്നത് സൂഫികളുടെ ശൈലിയാണ് എന്ന് അബ്ദുൽ മാലിക് സലഫി യോഗത്തിൽ പറഞ്ഞു. പിന്നെ മൂപ്പരെ പറഞ്ഞിട്ടില്ല. കാരണം രാഗത്തെ പ്രസംഗിക്കുന്ന കുറെ ആളുണ്ട് അപ്പുറത്ത്. അത് സൂഫികളുടെ ശൈലിയാണ്. ആയിക്കോട്ടെ, ഏത് ശൈലിയെങ്കിലും ആകട്ടെ, നിങ്ങളതൊന്ന് പറയും. നിങ്ങൾ ജനങ്ങളോട് പറയണം. ഇസ്തിആനത്തും ബിൽ ജിന്ന്, ജിന്നിനോടുള്ള സഹായത്തെ മുഴുവനും ശിർക്കല്ല, ശിർക്കാകുന്നതും ശിർക്കാകാത്തതുമുണ്ട്. ഇവിടെ പലർക്കും പറയാൻ പേടിയാണ്. പറപ്പൂർ ഇതുവരെ പറഞ്ഞോണോ? എന്താ പറയാത്തത്? KNM-ക്ക് പോകാൻ കാത്തിക്ക പലരും. നമ്മളിപ്പോ സ്ഥലം വാങ്ങില്ലേ, നമ്മൾ പൈസ കൊടുക്കുക. അവസാനം എന്താ ഉണ്ടാകുകയോ? ഇതൊക്കെ ജാനുവലിന്റെ കൊണ്ടുപോയി കെട്ടും. ലയനച്ചർച്ച വരുമ്പോ എന്ത് പറയും? എല്ലാ സ്വത്തും KNM-ന് തീരെ കൊടുക്കണം. നമ്മൾ അതിന് രക്ഷപ്പെടാനായി പണിയൊക്കെ എടുത്ത് അവസാനിക്കല്ല പോണത്. അതിക്ക് പോകാൻ കാത്തിക്കണ കുറെ ആളുകളുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പൊ പല ഭാഗത്തും സ്ഥലം വാങ്ങുന്നുണ്ട്, നിങ്ങൾ പണം കൊടുക്കുന്നുണ്ട്. ജാമ്യാലിന്റെ ട്രസ്റ്റുമായി ബന്ധിപ്പിച്ച് അവസാനം ലേനച്ചർച്ച വരുമ്പോ എന്താ ഒക്കെ KNM-ക്ക് പോകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനിയെങ്കിലും നമ്മൾ പാഠം പഠിക്കണം. സ്ഥലം വാങ്ങണ അവനാന്റെ നാട്ടുകാരെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു സംഘടനയും ബാലാകാൻ നമ്മൾ നിൽക്കണ്ട. മർക്കസ് ദേവിക്ക് എഴുതി കൊടുക്കണ്ട, സീഡിട്ടവർക്ക് എഴുതി കൊടുക്കണ്ട, ഒന്നും എഴുതി കൊടുക്കണ്ട. നിങ്ങൾ നിങ്ങളെ നാട്ടിലുള്ള നിങ്ങൾക്ക് അവിടെ നിസ്കരിക്കാം. ഇത് സംഘടനയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പൊ അവിടെ മെമ്പർമല വാദിക്കുന്നത്.